അർച്ചനയ്ക്ക് ഒരുപക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടി നാളെ ഒരു ദിവസം തിരിച്ചു വന്നാലോ? ആ സമയം സച്ചി ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞാ അർച്ചനയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക? സ്വന്തം അച്ഛനെ കാണാൻ ആ കുഞ്ഞ് അമ്മയുടെ കൈയും പിടിച്ച് വരുമ്പോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സച്ചി ജീവിച്ചിരിക്കണ്ടേ? സോറി വക്കീലേ, മരിക്കണമെന്ന് കരുതി തന്നെയാ കടലിലേക്ക് ചാടിയത്. പക്ഷേ എന്ത് അസംബന്ധോ സച്ചി പറയുന്നത്? മടുത്തു വക്കീലേ, ഇനി ജീവിക്കേണ്ടെന്ന് തോന്നി. വെറുതെ ജീവിച്ചിട്ടെന്തിന്? കുറച്ചു കഴിയുമ്പോ എല്ലാവർക്കും ഞാനൊരു പരിഹാസ കഥാപാത്രമാവും. അത് കേൾക്കാൻ എനിക്ക് വയ്യ. അതിനേക്കാളും ഭേദം എന്റെ മരണോ. മരിച്ച പിന്നെ ഒന്നും അറിയണ്ടല്ലോ. സച്ചിക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ സച്ചിയുടെ വെറും ഒരു സുഹൃത്ത് മാത്രമാണോ? ഒരു സുഹൃത്ത് ബന്ധവും ഒരു ഹൃദയബന്ധവും നമ്മൾ തമ്മിലില്ലേ? സച്ചിക്ക് അത്രയ്ക്ക് തന്നെയാണോ ഞാൻ? എനിക്കിത് സഹിക്കുന്നില്ല സച്ചി. സാരമില്ല, ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാ മതി. സച്ചി ഞങ്ങൾക്ക് വേണം. ചേട്ടാ, ഒരു ഭാഗ്യസൂക്തം. പേരും നാളും പറയൂ. പേര് സച്ചിദാനന്ദൻ, നാളെ കാർത്തിക. വഴിപാടിനാണെങ്കിൽ രസീത് ഇതിൽ വെച്ചോളൂ. പ്രാർത്ഥിച്ചോളൂ, പ്രസാദം ഇപ്പൊ തരാം. ഈശ്വര, എന്റെ സച്ചേട്ടനെ കാത്തുരക്ഷിക്കണേ. എല്ലാ ആപത്തുകളിൽ നിന്നും സച്ചേട്ടന് കാവലായിരിക്കണേ. ഇപ്പൊ സച്ചേട്ടൻ കാണിച്ച ഈ അബദ്ധം ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം. അവിടെ വെച്ച് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് സച്ചേട്ടന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സച്ചേട്ടന് ഒരു പോറല് പോലും ഏൽക്കുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ തിരിച്ച് സച്ചേട്ടന്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നവരെ ഇങ്ങനൊരു അബദ്ധവും സച്ചേട്ടന്റെ മനസ്സിൽ തോന്നിക്കല്ലേ. ഈശ്വര, ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? എന്ത് കുഴപ്പം? ശരിക്കും ഇയാളുടെ പേരിൽ കേസ് എടുക്കേണ്ടതാ. ഈ വക്കീലിനെയും കൊണ്ടുവന്ന എൽദോയൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. സച്ചി, ആത്മഹത്യയല്ല ഒന്നിനും പരിഹാരം. ഇയാളെ ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. ഒരു കൗൺസിലിംഗ് ഇയാൾക്ക് അത്യാവശ്യം. സച്ചി, ഇനി ഇങ്ങോട്ട് വന്നേക്കരുത് ഇതുപോലെ.
ശരി. ശരി. സച്ചി, ആ ഡോക്ടർ ഒരു പാവം ആയതുകൊണ്ട് ഉപദേശത്തിൽ നിർത്തി. ഇല്ലെങ്കിൽ കാണായിരുന്നു. ജാമ്യത്തിലിറക്കാനും നമ്മൾ തന്നെ പോകേണ്ടി വന്നേ. സച്ചി എന്തോ ഒന്നും മിണ്ടാത്തെ? ചെയ്തത് മണ്ടത്തരായി പോയിന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, ആ മത്സ്യത്തൊഴിലാളികൾ ചെയ്ത മണ്ടത്തരം. അവരെന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാം ഇന്നത്തോടെ അവസാനിച്ചേനെ. അഹങ്കാരം കാണിച്ചിട്ട് പിന്നെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വർത്താനം പറയരുത്. സച്ചി സ്വന്തം സങ്കടത്തെപ്പറ്റി മാത്രമേ ആലോചിച്ചുള്ളൂ. സച്ചിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്നവരെ കാര്യം സച്ചി എന്താ മറന്നുപോയത്? വീട്ടിലുള്ളവരെ കുറിച്ച് എന്താ സച്ചി ഓർക്കാതിരുന്ന്? മരിക്കാൻ എളുപ്പമാ സച്ചി, പ്രശ്നങ്ങളെ നേരിട്ട് ജീവിക്കാനാ പ്രയാസം. ഇതാവുമ്പോ ഒറ്റയടിക്ക് പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ. പിന്നെ കുഴിയെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അർച്ചനയ്ക്ക് ഒരുപക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടി നാളെ ഒരു ദിവസം തിരിച്ചു വന്നാലോ? ആ സമയം സച്ചി ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞ അർച്ചനയ്ക്ക് എന്തായിരിക്കും സംഭവിക്കുക? സ്വന്തം അച്ഛനെ കാണാൻ ആ കുഞ്ഞ് അമ്മയുടെ കൈയും പിടിച്ച് വരുമ്പോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ സച്ചി ജീവിച്ചിരിക്കണ്ടേ? സച്ചി, പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. കുറച്ചു ക്ഷമ കാണിച്ചാ മതി. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാ മതി. ഞാൻ മാത്രം മനസ്സ് കാണിച്ചാൽ പോരല്ലോ, തിരിച്ചു മറ്റുള്ളവർ എന്നോടത് കാണിക്കണ്ടേ? എന്റെ ഭാര്യ എന്നെ തിരിച്ചറിയുന്നില്ല. മകള് വേറൊരാളെ അച്ഛാന്ന് വിളിക്കുന്നു. അവരെ ഒന്ന് കാണാൻ പോലും ആരും എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാൾക്ക് മനസ്സില്ല. ഒരു വിഡ്ഢിയെ പോലെ ഇതെല്ലാം കണ്ട് ഞാൻ ജീവിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തില് എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ വേറെന്ത് മാർഗമുണ്ട്? വക്കീലൊന്ന് പറഞ്ഞതാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോ ഉപദേശിക്കാനും കുറ്റം പറയാനും സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാനും ഒക്കെ 1000 പേരുണ്ടാവും. അവരുടെ സ്വന്തം ജീവിതത്തിൽ ഇതൊന്ന് സംഭവിച്ചു നോക്കണം. അപ്പോ അറിയാം അവരൊക്കെ എത്ര തവണ ആത്മഹത്യ ചെയ്യുമെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ സച്ചിയോട് പറയട്ടെ. ഈ യൂണിവേഴ്സിനോട് നമ്മുടെ ഒരു കാര്യം ആവർത്തിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടാ എന്തായാലും ഒടുവിൽ അത് നമ്മുടെ കയ്യിലെത്തും. അതുപോലെ അർച്ചനയും കുഞ്ഞും. അവര് സച്ചിയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനി ആത്മഹത്യയെക്കുറിച്ച് ഒരു ചിന്ത വേണ്ട.